ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഉണക്കൻ സ്രാവ് കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കുവാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഉണക്ക സ്രാവ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കാനായി നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണക്ക സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഉണക്കമീനുകളിൽ പൊതുവെ ഉപ്പ് അല്പം കൂടുതലായിരിക്കും. അത് കളയാൻ വേണ്ടിയാണ് ഈ അരമണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഏകദേശം ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് എണ്ണയിൽ ഇത് വറുത്തെടുക്കണം. ഉണക്കമീനിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റുന്നത് വരെ നമ്മൾ വറുത്തെടുത്താൽ മാത്രമാണ് നമ്മൾ കൂടുതൽ കാലം ഈ അച്ചാർ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇത് തണുക്കാനായി മാറ്റിവെക്കാം. അതിനുശേഷം അച്ചാർ തയ്യാറാക്കുവാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ചെറുതീയിൽ വഴറ്റി കൊടുക്കുക. ഇതിലെ ജലാംശമൊക്കെ പോകുന്നത് നല്ലതാണ്. എന്നാൽ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അളവൊന്നും ഞാൻ ഇവിടെ കൃത്യമായി പറയുന്നില്ല. അത് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടീസ്പൂൺ സാദാ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്ക സ്രാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉണക്കമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഈ അച്ചാറിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉണക്കൽ മീനിൽ തന്നെ ധാരാളം ഉപ്പുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.